ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗിരിപ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. आज हम जो वचन का मनन करने जा रहे हैं वे यीशु मसीह के पहाड़ी उपदेश में से एक भाग में से हैं। ഈ വിഷയം എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വലിയ സന്തോഷമാണ്. और ये जिस 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 समय से इन विषयों को हमने शुरुआत किया है तब से बहुत हम खुश हैं। കേൾക്കുന്നവര് പ്രൈസലോട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പ്രൈസലോ പാസ്റ്ററെ, ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഈ ഈ വിഷയങ്ങളെ കുറിച്ച് അധികം ആരും സംസാരിക്കുന്നില്ലെന്ന്. और जो लोग ये बातों को सुन रहे हैं उनमें से कई लोग हमें बीच-बीच में संदेश भेजते रहते हैं कि प्रभु के दास इन दिनों में, इन समयों में ऐसी प्रचारें ज़्यादा सुनने में नहीं आती। കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും ജനത്തിന് ആകർഷണീയമായത് ഒന്ന് ബ്ലെസ്സിങ്സ്, പ്രോസ്പെരിറ്റി, ഡെലിവറൻസ്, ഹീലിംഗ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. कारण यह है क्योंकि इन दिनों में, इन समयों में जो ज़्यादा प्रचार में आने वाला या ज़्यादा मुख्य विषय में रहने वाले उन विषय रहते हैं, उन प्रचार के विषय जो चंगाई, छुटकारा और आशीष लेने का समय या और अधिक प्राप्त करने के विषय में लोगों का जो सेवकाई या प्रचारें दुनिया भर में सुनाई देती हैं। നല്ല വിഷയമാണ്, നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. ये सब अच्छा विषय है, हम भी इन विषयों के प्रति इच्छा रखते हैं। അപ്പോ നമ്മൾ ഈ ഗിരിപ്രഭാഷണം എടുക്കുമ്പോൾ പ്രൈസ് ലോർഡ് അത് ഒരു പുതിയ സബ്ജക്റ്റ് ആയിട്ടാണ് പലർക്കും തോന്നുന്നത്. जब हम इस पहाड़ी उपदेशों को हम जब शुरुआत किए थे तो कई लोगों के लिए एक नया विषय ऐसा लगने लगा है। അങ്ങനെ പലരും മെസ്സേജ് എനിക്ക് അയച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ കാണുന്ന യൂട്യൂബിൽ കാണുന്നവരോട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന്. और इस जब ऐसे कई लोग इस प्रचारों को और इन संदेशों को सुनने के समय में मैंने हमारे वीडियोस को देखने वाले यूट्यूब के मित्रों से हमने कहा कि आप लोग इसे लाइक करना है और सब्सक्राइब भी करना है। നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാ, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് മറ്റുള്ളവരിലും എത്തിച്ചേരട്ടെ. आप सबसे मैं कहना चाहता हूँ कि आप लोग इसे पसंद करना है और उसे सब्सक्राइब भी करना है ताकि और भी लोगों तक ये जो संदेश हैं ये पहुँच पाए। ഞാൻ ഇന്നലെ നമ്മുടെ ഡെയിലി മോർണിംഗ് വർഷിപ്പിന്റെ യൂട്യൂബ് മൊത്തത്തിൽ നോക്കാനിടയെ ഒരുപാട് മെസ്സേജ്, നല്ല നല്ല മെസ്സേജ് അതിനകത്ത് കിടക്കുന്നത്. कल मैं हमारे डेली मॉर्निंग वर्शिप के जो यूट्यूब चैनल है उसमें मैं देखने को ऐसा एक अनुभव हुआ, बहुत सारी अच्छे-अच्छे प्रचार उसी में हम देख सकते हैं। ഈ എന്റെ മെസ്സേജ് മാത്രമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. PK തോംസൺ ബോംബെ നടിച്ചാൽ മതി, യൂട്യൂബിലുള്ള എല്ലാ മെസ്സേജും വരും. ഇതിനകത്തുള്ളത് മാത്രമല്ല, ഞാൻ എവിടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കും മുഴുവൻ വരും. और मेरा ही अकेले के प्रचार आप सुनना चाहेंगे तो वो भी आप मेरे नाम पीके थॉमसन बॉम्बे कर यदि टाइप करते हैं तो मेरे सारे संदेश केवल इस सुबह का समय के प्रचार नहीं, मैं कहीं जहाँ कहीं भी प्रचार किया हूँ और यदि वो यूट्यूब में उसे डाला गया है तो वे सब आपके लिए उपलब्ध रहेगा। ഇന്ന് ഞാൻ പറയാൻ അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ചിന്തിക്കുന്ന വിഷയം അതിപ്രധാനമായ ഒരു സബ്ജക്റ്റാണ്. आज जो मैं बोलने जा रहा हूँ या आज के जो हमारे मनन का विषय है वे अति महत्वपूर्ण एक विषय है। എന്റെ ഓരോ സബ്ജക്റ്റും പല എപ്പിസോഡിൽ പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുക, ഈ ഒരു സബ്ജക്റ്റ് ഒരു എപ്പിസോഡ് കൊണ്ട് നിർത്തണമെന്ന് ചിന്തിക്കുക. मेरे हर एक जो प्रचार का संदेश है वे कई एपिसोड तक लगातार चलते रहता है, परंतु आज के ये जो विषय है एक ही एपिसोड में मैं खत्म करने की इच्छा रख रहा हूँ। മത്തായി 5, 6, 7 അധ്യായങ്ങളെയാണല്ലോ നമ്മള് ഗിരിപ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. मत्ती के सुसमाचार 5, 6 और 7 अध्यायों को यीशु मसीह के पहाड़ी उपदेशों के रूप में हम देखते हैं। പുതിയ നിയമ സഭയ്ക്ക് ആവശ്യമായ പ്രൈസ് ലോർഡ് ദൈവിക പ്രമാണമാണ് കർത്താവ് നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തിൽ തരുന്നത്. नए नियम कलीसिया के लिए आवश्यक जो परमेश्वर की व्यवस्था है वो प्रभु यीशु मसीह जो है इन पहाड़ी उपदेशों से हमें दे रहा है। സീനായിൽ വെച്ച് പ്രൈസ് ലോർഡ് മോശയിലൂടെ ലഭിച്ച പ്രമാണം യഹൂദ ജാതിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, അതിനൊരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമസഭയിൽ യേശു തന്നത് ലോകത്തിന്റെ അറ്റത്തോളമുള്ള സകല ജാതി മതഭാഷക്കാർക്ക് വേണ്ടിയാണ്.
सीनै पर्वत पर जो यहूदी समाज के लिए परमेश्वर ने जो व्यवस्था की बातों को दिया था, वे सीमित था और केवल एक ही समाज के लिए रहा है। तो यीशु मसीह ने जो इस पहाड़ पर पहाड़ी उपदेशों की बातों को बताया है, वे सारे मानव जाति के लिए दिया गया एक संदेश है। പഴയ നിയമത്തിൽ മോശയിലൂടെ ലഭിച്ച പ്രമാണങ്ങൾ പ്രൈസലോട് പുറമേയുള്ളത് മാത്രമായിരുന്നു. അതിനകത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ഒരു പുതിയ നിയമമായി പ്രൈസലോ നമുക്ക് സകല ജാതികൾക്കുമായി തരുവാനായിട്ട് ഇടയായത്. पुराने नियम में जो मूसा के द्वारा मिली हुई व्यवस्थाएं जो थी, वे एक आमीन ऐसी व्यवस्था थी जिसमें कई सीमाओं को हम देखते हैं, कई आमीन कमियों को हम पा सकते हैं, परंतु नए नियम में परमेश्वर ने जो बातों को बताया है, वे सब संपूर्णता में आमीन प्रभु ने हमें दिया हुआ है। അതുകൊണ്ട് യേശു ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാനല്ല വന്നത്, അത് നിവർത്തിക്കാൻ വന്നതാ. इसका कारण ये नहीं कि परमेश्वर ने पुराने नियम की व्यवस्थाओं को और भविष्यवक्ताओं को हमेशा के लिए हटाने के लिए आया है, परंतु उसी की बातों को पूर्तिकरण करने के लिए यीशु आया है। ഇന്ന് ഞാൻ ചിന്തിക്കുന്ന സബ്ജക്റ്റ് നാം ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം മാറി മറിയും. आज जो हम वचन के बारे में जो जो विषय के बारे में हम सुनने वाले हैं, उसे को आप अगर अपने जीवन में स्वीकार करने के लिए तैयार होते हैं, तो आपका जीवन का चरित्र को बदलने के लिए ये वचन काफ़ी हैं। മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. मत्ती के सुसमाचार 5 अध्याय उसका 5 वचन। സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. धन्य है वे जो नम्र है, क्योंकि वे पृथ्वी के अधिकारी होंगे। സൗമ്യത എന്ന സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. नम्र अनुभव या नम्रता का स्वभाव, इस विषय के बारे में मैं आज के दिन मनन करना चाहता हूँ। തുടക്കത്തിലെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചില നാൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ഞാൻ വചനശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റാ സംസാരിച്ചത്. और मैं पहले ही एक बात को आपके बीच में बताना चाहता हूँ कि कई समय पहले एक ही मसीह परिवार में आमीन एक वचन की सेवकाई में जब मैं सेवकाई करने गया, तो यही वचन को प्रभु की पवित्र आत्मा ने मुझे दिया था। വചനശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലെ സഹോദരി വന്ന് എന്നോട് പറയുക, പാസ്റ്റർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. और वचन की सेवकाई के पश्चात उस परिवार के जो बहन है, वे आकर मुझसे इस प्रकार कहती हैं कि प्रभु के दास, ये विषय के बारे में पहले ही यदि जान जाता, तो परिवार में कई समस्याओं को हम टाल सकते थे। സൗമ്യത അല്ലെങ്കിൽ താഴ്മ അല്ലെങ്കിൽ ദീർഘക്ഷമ എന്ന് പറയുന്ന ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വിട്ട് മാറി നിൽക്കുവാനായിട്ട് സാധിക്കും. यदि हमारे जीवन में नम्रता या दीन अनुभव या हम हमें लोगों से हमें बहुत सहनशीलता का अनुभव में हम चलने की अवस्था में रहेंगे, तो बहुत सारी समस्याओं को हम अपने जीवन से हटा सकते हैं। അവിടെ പിന്നെ വാശിയും വൈരാഗ്യവും പിണക്കവും വഴക്കും ഒന്നും ഉണ്ടാകുന്നില്ല. वहां पर फिर कोई भी प्रकार की दुश्मनी या कोई भी प्रकार की नाराजगी या कोई भी प्रकार का जलन वहां पर कभी उठकर नहीं आएगा। കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാർക്കെങ്കിലും ഈ ഗുണമുണ്ടെങ്കിൽ ഒരുപാട് ഡിവോഴ്സ് ഒഴിവാക്കാൻ സാധിക്കും. और परिवार जीवन में चाहे वो पति हो या पत्नी हो, उनमें से कई शायद एक जन के भी अंदर ऐसी एक गुण पाए जाते हैं, तो बहुत सारे तलाक के विषय को भी हम टाल सकते हैं। അമ്മായി അമ്മയ്ക്കോ മരുമകൾക്കോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വഴക്കില്ലാതെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. चाहे वो ससुराल की विषय के बात भी क्यों ना हो, चाहे वो सास हो या बहू हो, उनके भी अंदर ऐसी एक गुण पाए जाते हैं, तो बहुत सारे समस्याओं को दूर कर सकते हैं। ചർച്ചിലെ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഈ ദീർഘക്ഷമയും സൗമ്യതയും ഈ സൗമ്യതയും താഴ്മയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ അടി ഇല്ലാതാക്കാൻ പറ്റും. कलीसिया के कमेटी की सभा जब होती हैं,
तब उनमें से कईयों के अंदर या कम से कम एक व्यक्ति के अंदर भी ये जो नम्रता या दीनता का स्वभाव रहेंगे, तो बहुत सारी प्रश्नों को, समस्याओं को उनके बीच में से वे हटा सकते हैं। പക്ഷെ പ്രശ്നം ഇതാണ്, ഈ സ്വഭാവം ഉള്ളവരെ കുറിച്ച് മറ്റുള്ളവർ പറയും ഇവൻ അവന്റെ ഒരു ബലഹീനതയാ, അവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയും. परंतु समस्या यह है कि ऐसे स्वभाव रखने वाले लोगों के प्रति दूसरे लोग इस प्रकार की टिप्पणी करते हैं कि ये जो व्यक्ति हैं, ये कमजोर व्यक्ति हैं, ये किसी काम के लिए लायक नहीं है। അമ്മായിയമ്മയോ മരുമകളോ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ മിണ്ടാതിരുന്നാ പറയുക അവള് അവള് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയും, അവളുടെ ബലഹീനതയെന്ന് പറയും. और आमीन, हो सके कि यदि सास या बहू जो है, उन लोगों के बीच में जब हमेशा झगड़ा होते हैं, तो एक व्यक्ति उसमें से चुप रहते हैं, तो सामने वाला व्यक्ति इस प्रकार बोलने लगते हैं कि उससे तो कोई काम का लायक नहीं है, उसे किसी मतलब का बात नहीं बनता। നമുക്ക് ആർക്കും അത് കേൾക്കുന്ന ഇഷ്ടമല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെക്കാൾ എന്തോ മെച്ചമായ ഉയർന്ന നിലയിലാണ്, അല്ലെ കേമനാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. और हम कोई भी ऐसी बातें सुनना पसंद नहीं करते। हम हमेशा ऐसे सुनना पसंद करते हैं कि हम दूसरों से बिल्कुल भी कम नहीं हैं। मैं उनसे बहुत बढ़कर हूँ, ऐसे सुनना और रहना भी पसंद करते हैं। പറയരുതാത്ത പറഞ്ഞിട്ട് പറയേ ഞാൻ സത്യമല്ലയോ പറഞ്ഞേ, പറയേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. जो बोलना नहीं चाहिए वे बोलते हैं और बाद में वे अपने आप के न्यायीकरण करते हैं कि क्या मैंने सही नहीं बोला था? सच बोलना ज़रूरी है ना, इसलिए ये सब बताया हूँ। നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. एक सच्ची घटना को मैं आपके बीच में बताना चाहता हूँ। ഒരു അനാഥ കുട്ടിയെ ഒരു അച്ഛൻ എടുത്തു വളർത്തി. एक अनाथ एक बच्चे को एक पिता ने लेकर पालन-पोषण किया। അച്ഛൻ ഒരിക്കൽ പുറത്തു പോയിട്ട് വൈകിട്ട് തിരിച്ചു വന്നപ്പം അവൻ മതിലിന്റെ ഗേറ്റിന്റെ പുറത്തുനിന്ന് കരയുന്നു. और एक दिन ये जो पिता जो हैं, वे अपने काम-काज को करने के बाद जब शाम के समय घर में आए, तो उन्होंने यह दृश्य देखा कि ये जो बेटा है, ये अपने गेट के बाहर खड़े रहकर आँसू बहाकर रो रहे हैं। ചോദിച്ചു, കുഞ്ഞെ എന്തിനാ നീ പുറത്ത് നിൽക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞേന് എന്നെ കൊച്ചമ്മ പുറത്താക്കിയതെന്ന്. और उस पिता ने उस बच्चे से पूछा कि तू क्यों बेटा बाहर खड़ा है? तो वो कह रहा था कि मैं सच बताया हूँ, इसलिए मुझे माँ ने घर से बाहर कर दी। കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി കൊച്ചമ്മയോട് അച്ഛൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. കൊച്ചമ്മ പറഞ്ഞു, ഇവൻ എന്നെ കോങ്കണ്ണി കൊച്ചമ്മയെന്ന് വിളിച്ചെന്ന് പറഞ്ഞു. और उस बच्चे को पिता घर के अंदर ले जाते हैं और उस बहन से पूछता है कि क्यों तू इस बच्चे को घर से बाहर निकाला? तो वे इस प्रकार शिकायत करने लगी कि ये बच्चा ने मुझे काणी है करके ऐसे मुझे मज़ाक किया है। പയ്യൻ പറഞ്ഞത് സത്യമാണ്, കൊച്ചമ്മ കോങ്കണ്ണിയായിരുന്നു. പക്ഷേ അങ്ങനെ വിളിക്കാമോ? और बच्चे ने जो बताया था वो सच्चा है कि ये जो बहन जो थी वे उनकी आँखें थोड़ी तिरछी थी, थोड़ी काणी अवस्था में थी, लेकिन क्या ऐसे बताना ज़रूरी था? അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സത്യമെന്നും അല്ലെങ്കിൽ നേരെന്നും തോന്നുന്നതിനെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകാതെ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ, സൗമ്യതയോടെ, പ്രൈസലോട് താഴ്മയോടെ കാത്തിരിക്കാമെന്നുണ്ടെങ്കിൽ അതിന്മേലൊക്കെ പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. उसका अर्थ इतना ही है कि हम जो भी चीज़ों को देखते हैं, चाहे वो कितने भी सत्य भी क्यों ना हो, उसी के प्रति हम कोई भी प्रकार का टिप्पणी या कोई भी प्रकार की प्रतिक्रिया ना करते हुए, बड़ी नम्रता के साथ, बड़े शीलता के साथ यदि हम इंतज़ार करेंगे, तो बहुत सारी चीज़ों का अच्छा प्रतिफल हम देख पाएँगे। പക്ഷെ നമുക്കെല്ലാം ന്യായവാദങ്ങളാണ് ഉയർത്തേണ്ടത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്, ന്യായമല്ലേ പറഞ്ഞത്, ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ മൗനം പാലിച്ചാൽ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. परंतु सारी परिस्थितियों के सामने हम बड़े न्याय बोलने के लिए या सत्य बोलने के कारण हम बहुत प्रतिक्रियाओं को कर बैठते हैं, परंतु वचन हमें इसे सिखाता है कि उन सारी जगहों में हम शांत रहे, हम नम्रता के स्वभाव को धारण करें, वहाँ पर परमेश्वर अपना कार्यों को प्रकट करेगा और वो बड़ा एक अंत में ले जाएगा। പ്രൈസ് ദി ലോർഡ്. ന്യായമായ കാര്യങ്ങള് കർത്താവ് അങ്ങനെ നമുക്ക് എക്സാമ്പിൾ കാണിച്ചത്. और यीशु मसीह ने भी हमें ऐसे ही जीवन से उदाहरण को बताकर दिया है।
പ്രൈസ് ദി ലോർഡ്. അവനെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കുമ്പോൾ, അവനെ മർദ്ദിക്കുമ്പോൾ, അവനെ പീഡിപ്പിക്കുമ്പോൾ അവന് വായ തുറന്ന് സംസാരിക്കാമായിരുന്നു. എങ്കിലും അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെയിരുന്നു. यीशु मसीह को जब पकड़वाया गया और उसी को जब उसके ऊपर सताव की छोड़ा गया, तो यीशु मसीह चाहे तो अपने मुंह खोलकर अपनी विषय के प्रति वे विरोध कर सकते थे, परंतु वचन हमें ये बात को सिखाता है, जैसे एक मेमना वध करने के समय ले जाया जाता है, वैसे यीशु मसीह चुप रहा। അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:5 പറയുന്നത്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. इसलिए प्रेरित पौलुस फिलिपियों की पत्री 2 अध्याय उसके 5 आयत में जैसे बात को बताते हैं कि मसीह यीशु का स्वभाव हमारे जीवन में भी बना रहे। യേശുവിന്റെ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതവും യേശുവിന്റെ ജീവിതത്തിനോട് അനുരൂപപ്പെടുവാനായിട്ട് സാധിക്കും. इसका अर्थ इतना ही है कि यीशु मसीह का जो हमें नम्रता का स्वभाव है, यदि हम भी अपने जीवन में अनुकरण करने के लिए हम तैयार होते हैं, तो बहुत सारे जगहों में यीशु मसीह ने जैसे अपने जीवन से अनेक बातों को हासिल किया, वैसे हम भी अपने जीवन में हासिल कर पाएंगे। അവന് ഈ പാപങ്കിലമായ ഭൂമിയിലേക്ക് ഇറങ്ങി വരാതെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ച് ദൈവരൂപത്തിൽ അവിടെ ഇരിക്കാമായിരുന്നു. और चाहे तो यीशु मसीह जो है इस पाप भरी संसार में उतरना आते हुए उस परमेश्वर के साथ जो उन्होंने जो आमीन स्थान रखा था, वो स्थान को पकड़कर वहां पर बैठा रह सकता था। സകല സൃഷ്ടിയുടെയും സൃഷ്ടികർത്താവായ ദൈവം ഒരു മാനവജാതിയെ വീണ്ടെടുക്കുവാൻ അവൻ ദാസ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. और जो परमेश्वर जो सारे सृष्टि के आमीन आदि से ही आमीन वहां पर उपस्थित थे, वे अपने आप को ऐसा शून्य कर दिया, दास का स्वरूप उसने धारण किया, मनुष्य के समानता में हो गया और अपने आप को ऐसा दीन किया और प्रभु के परमेश्वर के प्रति इतनी आज्ञाकारी रहा, क्रूस की मृत्यु तक उसने सब कुछ को अपने ऊपर सह लिया। അത്രയും താഴ്മയുള്ളവനായി യേശു നമുക്കൊരു മാതൃകയുള്ളവനായി തീർന്നു. और इतना नम्रता और दीनता रखने वाला यीशु मसीह जो है हमारे लिए एक मार्गदर्शन के रूप में आज प्रभु ने ठहराया है। അതുകൊണ്ട് ആ ഭാവം തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്, യേശുവിനെ മാതൃകയാക്കേണ്ടത്. इसलिए ऐसी ही स्वभाव हमारे भी जीवन में हमें अपनाना है, किसी मनुष्य का हमें पीछा नहीं करना है, परंतु यीशु मसीह को अपने जीवन में हमें हमारी मार्गदर्शक बनकर हमें आगे ले चलना है। കാരണം യേശു പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. इसलिए यीशु मसीह ये बात को बता रहा है कि धन्य है लोग जो नम्र है, क्योंकि वे पृथ्वी के अधिकारी होंगे। അതിന് നമ്മളായിട്ടൊരു ഫാബ്രിക്കേറ്റഡ് ഫോർമുല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. യേശു പറയാ, നിങ്ങൾ ദീർഘക്ഷമയോടെ സൗമ്യതയോടെ താഴ്മയോടെ ഇരുന്നാൽ മതി, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കുവാൻ സാധിക്കും. उसी के लिए हमें किसी भी प्रकार की नई बात को या नई फॉर्मूला को लाने की आवश्यकता नहीं है। यीशु मसीह हमसे इतना ही कहता है कि हम बड़ी सहनशीलता के साथ, दीनता के साथ, नम्रता के साथ इस पृथ्वी में रहे, तो इस पृथ्वी के अधिकारी बन सकते हैं। യേശു അങ്ങനെയുള്ളവനായിരുന്നത് കൊണ്ട്, അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. यीशु मसीह जो है ऐसी ही स्वभाव का था, वो पिता की बातों के प्रति आज्ञाकारी रहा, इसलिए परमेश्वर का वचन कहता है कि उसे स्वर्ग तक ऊंचा किया गया। അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും അവൻ ഉയർച്ച ഉണ്ടാകത്തില്ല. എന്നാൽ അവൻ തന്നെത്താൻ താഴ്ത്താൻ തയ്യാറായാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തും. एक अहंकारी मनुष्य ऊंचाई की अवस्था को प्राप्त करने के लिए कितना भी प्रार्थना करे तो उसके जीवन में ये संभव नहीं होगा, परंतु वही व्यक्ति यदि परमेश्वर की उपस्थिति में अपने आप को समर्पण करने के लिए तैयार हो जाए, दीनता को अनुभव करने के लिए तैयार हो जाए, तो परमेश्वर उसको ऊंचा उठाने में मदद करेगा। ഉയർച്ച പ്രാപിക്കാനുള്ള ഏറ്റവും വലിയൊരു ഫോർമുല യേശുവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ.
और यदि हमें अपने जीवन में ऊंचाई के अनुभव में हमें पहुंचना है तो उसका सबसे आसान मार्ग यह है कि यीशु मसीह ने जैसी दीनता को अपने जीवन में धारण किया वैसे हम भी अपने जीवन में अनुभव करते हुए आगे बढ़े। യേശു പറഞ്ഞു, അവനത് പ്രാക്ടീസ് ചെയ്തു, അവനത് അനുഭവിച്ചു. यीशु ने कहा, यीशु ने उसके विषय में अपने जीवन में पालन किया और वही उसकी आशीषों को उन्होंने अनुभव भी किया। ഫിലിപ്പിയ ലേഖനം പറഞ്ഞ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും താഴ്മയുള്ളവനായതുകൊണ്ട്, മരണത്തോളം അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനിടയായി. फिलिपियों की पत्री 2 अध्याय उसके 9 आयत में इस प्रकार लिखता है कि इस कारण परमेश्वर ने उसको अति महान भी किया। प्रेज द लॉर्ड। यीशु मसीह ने अपने आप को आमीन जब नम्रता को दीनता को अपने जीवन में धारण किया तो परमेश्वर ने उसको उस अति महान अवस्था में ले गया। ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഫോർമുല എടുക്കേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞ ഫോർമുല എടുത്താൽ മതി. നിങ്ങൾ സൗമ്യതയുള്ളവർ, താഴ്മയുള്ളവർ, ദീർഘക്ഷമയുള്ളവരായിരുന്നാൽ മതി. यदि आपके जीवन में आप ऊंचाई को प्राप्त करने का इच्छा रखते हैं तो कोई भी किसी की और आइडिया को या फॉर्मूला को लेने की आवश्यकता नहीं है। यीशु मसीह ने जो बातों को कहा है वही अपने जीवन में हम अपना ले, नम्रता और दीनता को हम अपने जीवन में धारण करें तो यीशु मसीह हमें ऊंचाई के स्थान में ले जाएगा। ഈ ജഡത്തിൽ വസിക്കുന്ന ജഡ സ്വഭാവമുള്ള നമുക്ക് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരു കാര്യം കേട്ടാൽ ഓൺ ദ സ്പോട്ടിൽ മറുപടി നൽകിയില്ലെങ്കിൽ, ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് വലിയ കുറവ് പോലെ തോന്നി. और इस शरीर में रहने वाले हम लोग इन बातों को जल्दी से समझ नहीं पाते हैं या ग्रहण नहीं कर पाते हैं क्योंकि हमारे सोच विचार में हम ऐसे आमीन सोचते हुए रहते हैं कि यदि हमने अपने जीवन में सामने यदि कोई विषय को देखा है और तुरंत उसका जवाब नहीं दे, तुरंत उसको प्रत्युत्तर ना दे तो कुछ तो कमी हो गई है, ऐसे हमें अनुभव होने लगता है। പെട്ടെന്ന് കോപിച്ച് ശുഭിതരായി മറുപടി പറയുന്ന നിമിത്തം എന്തെല്ലാം കോൺസിക്വൻസാ പിന്നീട് നമ്മൾ അനുഭവിക്കാൻ അറിയാം. बहुत जल्दी गुस्सा आने से और तुरंत उत्तर देने के कारण कितनी समस्याओं को हम अपने जीवन में सामना करते हैं, अब हम जानते हैं क्या? ദൈവവചനം ഒരിക്കലും തെറ്റ് പറയുന്നില്ല. അവൻ നമ്മെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൗമ്യതയുള്ളവരായിരുന്നാൽ നമുക്ക് നാം ചിന്തിക്കുന്ന ഈ ഭൂമിയെ അവകാശമാക്കാൻ ദൈവം നമ്മെ ഉയർത്തുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. परमेश्वर का वचन कभी भी झूठ नहीं बोलता है, गलत नहीं कहता है, वो हमें हमेशा आश्वासन देने के लिए कोशिश करते रहते हैं। इसलिए जैसे प्रभु का वचन कहता है हम अपने जीवन को नम्रता में, हमारे जीवन को दीनता में रखते हैं तो परमेश्वर हमें समय पर ऊंचाई की अवस्था में ले जाने के लिए प्रभु का वचन काफी है। അതുകൊണ്ട് വചനം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുക. സ്വയം ഉയരുന്നവനൊക്കെ സ്വയം താഴും, സ്വയം താഴുന്നവനെ ദൈവം ഉയർത്തും. और इसलिए प्रभु का वचन हमें इस प्रकार पत्रियों में बताते हैं कि इसलिए परमेश्वर के बलवंत हाथों के नीचे अपने आप को ऐसे नम्र करो कि वे समय पर तुम्हें ऊंचा उठाए। तो ഇവിടെ वचन हमें ഫിലിപ്പിയ इतना ही बताते हैं। ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. और यहाँ पर वचन इस प्रकार लिखता है कि उसने परमेश्वर ने उसको अति महान भी कर दिया और उसको वह नाम दिया जो सब नामों में श्रेष्ठ है, जो स्वर्ग में, पृथ्वी के नीचे सबके आमीन उस यीशु के नाम से घुटने टेके और सब लोग ये अंगीकार करेंगे कि यीशु मसीह ही प्रभु है। ഇതുവരെ നമുക്ക് ഈ ഫോർമുല ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ നമ്മൾ ശ്രമിച്ചു നോക്കാം. आज तक ये बातों को, इन फॉर्मूला को अपने जीवन में लागू नहीं कर पाए हैं तो आज से हम उसे अपने जीवन में अपनाने के लिए हम कोशिश करेंगे। ആര് എന്തോ പറഞ്ഞാലും മൗനമായിരിക്കുക, സൗമ്യതയുള്ളവരായിരിക്കുക, ദീർഘക്ഷമ കാണിക്കുക.
താഴ്മയുള്ളവരായിരിക്കുക. അപ്പൊ കർത്താവ് എന്താ നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കൊന്ന് അനുഭവിച്ചറിയാം. कोई भी कुछ भी अपने जीवन में कहने दो, हम शांत रहेंगे, हम नम्रता के साथ रहेंगे, बड़ी दीनता के अनुभव में हम अपने जीवन को ले चलेंगे और उसके पश्चात हम देखेंगे कि ऐसे शांत रहने से यीशु मसीह हमारे जीवन में क्या कुछ अनुभव को लाता है। പക്ഷെ അത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല കേട്ടോ. परंतु एक और बात को कहना चाहूँगा कि ये सब लोगों को ये जीवन में ये अनुभव नहीं कर पाते हैं। നിങ്ങളുടെ ഉള്ളിൽ മഹാന്മാരുടെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. आपके अंदर उस महान लोगों का यदि एक स्वभाव रहे तो ही आप ये बातों को कर पाएंगे। ആ മഹാന്മാരെല്ലാം വളരെ സൗമ്യതയുള്ളവരായിരുന്നാ പറയുന്നേ. और कारण यह है क्योंकि इस दुनिया भर में जो भी महान लोग थे वे सब ऐसे शांत और नम्र लोग थे। മഹാന്മാരാരാ? അവര് ജ്ഞാനികളാണ്. क्योंकि महान लोग कौन होते हैं? वे बड़े ज्ञानी व्यक्ति होते हैं। ജ്ഞാനമുള്ളവർക്ക് മാത്രമേ മഹാന്മാരാകാൻ പറ്റത്തുള്ളൂ. जो लोग ज्ञान रखते हैं वे ही अपने जीवन में महान बनते हैं। ജ്ഞാനികളാര്? അവര് സൗമ്യതയുള്ളവരായിരിക്കും. और जो लोग ज्ञानी होते हैं वे अपने आप को शांत और नम्रता के स्वभाव में रखने वाले होते हैं। ഇത് തോംസൺ പറയുന്നതല്ല കേട്ടോ. പ്രോവർബ്സ് സദൃശവാക്യം 11-2 വാക്യത്തിൽ പറയുക. ये मेरा कहना नहीं है, ये नीति वचन 11 का 2 आयत में ये बातों को बताया जाता है। ആ സൗമ്യത ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്ന്. और नम्रता ज्ञान का एक प्रतीक है। അപ്പൊ ക്ഷിപ്രകോപത്തോടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവർക്ക് പ്രൈസലോ അവർക്ക് ജ്ഞാനമില്ല, അവർ മഹാന്മാരാകുന്നില്ല, അവര് പ്രൈസലോ പല ട്രബിളിനകത്ത് ചെന്ന് ചാടുന്നു. और इसलिए जल्दी से गुस्सा करने वाला और जल्दी से प्रत्युत्तर देने वाला व्यक्ति के अंदर बिल्कुल भी ज्ञान नहीं होता है और वो बहुत बड़े समस्याओं को अपने जीवन में मोल लेता है। അതുകൊണ്ട് കർത്താവ് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ഭൂമിയെ അവകാശമാക്കുവാൻ. इसलिए परमेश्वर कहता है कि जो लोग आमीन नम्र है वे लोग बड़े आमीन भाग्यशाली हैं, क्योंकि इस दुनिया में कोई लॉटरी लेने की आवश्यकता उन्हें नहीं है। वे प्रभु की ओर से आशीष पाने वाले लोग हैं। അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുന്നത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉള്ളവരായിരിപ്പിൻ. കാരണം അവൻ മരണത്തോളം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. इसलिए प्रेरित पौलुस फिलिपियों की आमीन पत्रियों में ये बात को बताते हैं कि हमें भी मसीह की उन स्वभाव को अपने जीवन में धारण करना जरूरी है, क्योंकि मसीह ने अपने आप को अपने जीवन में इस प्रकार नम्र कर दिया कि उसने परमेश्वर ने उसे अति महान कर दिया। എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. मुझे सुनने वाले आप लोगों के जीवन में ये फॉर्मूला अपनाने में प्रभु आपको मदद करे, ऐसी मैं प्रार्थना करता हूँ। ഇന്നത്തെ എന്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ദൈഹികമായാൽ ഇതിന്റെ ബാക്കി ഞാൻ നാളെ പറയാം. आज हमारा समय यहाँ पर समाप्त हुआ है, इसलिए प्रभु की इच्छा है तो बाकी बातों को मैं कल के दिन को बताऊंगा। സൗമ്യതയുള്ളവരായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. नम्र लोगों के समान जीने में प्रभु हमें मदद करे, ऐसे हम प्रार्थना भी करेंगे। നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप सभी को आशीषित करे। प्रेज लॉर्ड। और एक नया दिन परमेश्वर हमारे जीवन में दिया है। हम लोग प्रभु को